UDF-ൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കും തുടക്കം. കൃത്യമായ മേൽക്കൈ ഉള്ളതിനാൽ ഘടകകക്ഷികളുടെ അധിക അവകാശവാദങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങില്ല. മന്ത്രിസഭയിൽ അർഹമായ പദവികൾ ലഭിക്കും എന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കോൺഗ്രസ് ദിവസങ്ങൾ തന്നെ എടുക്കും. എന്നാൽ UDF മന്ത്രിസഭയുടെ ഘടന സംബന്ധിച്ച് ഉടനെ ചർച്ച തുടങ്ങുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഘടകകക്ഷികൾക്ക് എത്ര വീതം മന്ത്രിസ്ഥാനം നൽകണം എന്നത് സംബന്ധിച്ച് ഉടൻ ധാരണയിലെത്തും. പ്രധാന കക്ഷിയായ കോൺഗ്രസ് മുഖ്യമന്ത്രി പദവും 12 മന്ത്രിസ്ഥാനവും നിലനിർത്തും. അതിൽ സ്പീക്കർ സ്ഥാനവും കോൺഗ്രസ് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നണിയിലെ 2ാം കക്ഷിയായ മുസ്ലിം ലീഗിന് എത്ര മന്ത്രിസ്ഥാനം ലഭിക്കും എന്നത് സംബന്ധിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ 5 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം 2011 മുസ്ലിം ലീഗ് മുന്നണിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ഭരണം നിലനിർത്താൻ അനിവാര്യമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ ഫലത്തിൽ കോൺഗ്രസിന് ലീഗിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും നൽകാനായിരിക്കും സാധ്യത. കോൺഗ്രസിനാണല്ലോ അതിൽ അന്തിമമായിട്ടൊരു തീരുമാനം പറയേണ്ടത്. അവർ ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം പറയുക. അപ്പോൾ ഞങ്ങൾ അവരോട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയും. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. മുൻപ് അവർ 2 മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന ന്യായം. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട വകുപ്പുകൾ, പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ, റവന്യൂവും വേണം എന്നൊരാവശ്യം ചെയർമാൻ PC തോമസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 8 സീറ്റിൽ മത്സരിക്കാൻ പറ്റിയതിൽ 7 സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല വിജയമാണ്. അത് വെച്ചുകൊണ്ട് തക്കതായ പ്രാതിനിധ്യ മന്ത്രിസഭയിൽ തരണം എന്നാവശ്യപ്പെടും. 2 സീറ്റെങ്കിലും വേണം എന്നാവശ്യപ്പെടണമെന്നാണ് പൊതുവെ ഞങ്ങളുടെ ഒരു ഐഡിയ. RSP അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കും. CP ജോണിനും മന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ചെറിയ കക്ഷികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം 63 MLA-മാർ കോൺഗ്രസിനൊപ്പം ഉള്ളത് അവർക്ക് വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഘടകകക്ഷികൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെ ആ എണ്ണം വെച്ച് അതിജീവിക്കാൻ കഴിയും. എങ്കിൽ പോലും പാലിച്ചു വരുന്ന മുന്നണി മര്യാദകൾ കോൺഗ്രസിന് തുടർന്ന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് കാര്യമായ പ്രാതിനിധ്യം തന്നെ മന്ത്രിസഭയിൽ നൽകും.